സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചേർന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയ നിലങ്ങൾ ഏകാഗ്രമാകുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയ നിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. കൊയർ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ഇരടികൾ പാടും. നമുക്ക് ചേർന്ന് എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവിക സാന്നിധ്യത്തോടാണ് നാം അടുത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സമർപ്പണത്തോടെ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്നുള്ള പാട്ടിൻ്റെ ചരണങ്ങൾ ഹല്ലേലൂയ കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പാടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ സഭായോഗത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെ
കൃപയരുൾക നിൻ തിരുമഹത്വത്തിനായി ഇനി ജീവിപ്പാൻ കൃപയരുൾക നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി കരുണാസമ്പൂർണനും നിധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായ അടിയങ്ങൾ കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഈ സംവത്സരത്തിൽ ഒരു മാസം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. മരുഭൂ പ്രയാണത്തിൽ അജഗണം പോലെ കർത്താവ് ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കുന്ന വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ സംവത്സരത്തിലെ 6 മാസങ്ങൾ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോടെ അങ്ങയെ സേവിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ കർത്താവേ നീ ഞങ്ങൾക്ക് പകർന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നന്ദി പറഞ്ഞ് അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നന്ദി നിറയുന്നുവെന്ന് പാടുവാൻ സന്നാഹമോട് സ്തുതി പാടുമെന്ന് പാട്ടുകാരനോട് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പാദപീഠം ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. അവിടുത്തെ ആലോചനകൾ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം. ഹല്ലേലൂയ, അങ്ങയുടെ രാജ്യത്തെ വ്യാപ്തിക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറയായി അങ്ങയെ സേവിപ്പാൻ, അങ്ങയെ വാഴ്ത്തുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ വണങ്ങുവാൻ ജീവകാലമൊക്കെയും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് നന്ദിയുള്ള ഹൃദയത്തോട് പാടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ചേർന്ന് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കിക്കാട്ട്. പാടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ നിന്റെ മക്കളെ അധികാരപ്പെടുത്തിക്കാട്ട്. ആത്മ നിറവിൽ അങ്ങേ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിക്കുവാൻ, ഹല്ലേലൂയ അങ്ങയോടുള്ള സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ സഹായിച്ചാട്ട്, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിക്കാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ, എണ്ണി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമെന്ന് പറയുവാൻ കർത്താവ് ഞങ്ങളെ ഒന്നിച്ച് സഹായിക്കും. അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. എല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ചില പാട്ടുകൾ പാടി നാം കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട്, സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവിക നന്ദി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുവാൻ സഹായിക്കട്ടെ. എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് അവരവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കുവാനും മറ്റ് ചിന്തകളെല്ലാം വെടിഞ്ഞ് ഏകാഗ്രതയോടെ അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നാം വേർപെട്ടിരിക്കുകയാണ്. കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നമ്മളെ നടത്തി, ജീവിതത്തിൽ ഇന്നുവരെയും നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്തോർത്ത് കർത്താവിനെ സ്തുതിച്ച് നന്ദി കരയേറ്റുവാനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ. നമ്മളെ സ്നേഹിച്ച സ്നേഹമോർത്ത്, നമ്മെ വീണ്ടെടുത്ത സ്നേഹമോർത്ത് എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നിത്യമാം സ്നേഹത്തിൻ ആഴം, ഉയരവും നീളവും വീതിയും ആരാഞ്ഞിടുവാൻ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ.
വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ ഓ കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ രക്തവും ചിന്തിയെ കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ നിത്യമാം സ്നേഹം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട് അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട് എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ ആമേൻ എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി കൂട്ടുകാർ പിരിഞ്ഞിടും സോദരർ കൈവിടും മാതാപിതാക്കളും മറന്നു പോകും കൂട്ടുകാർ പിരിഞ്ഞിടും സോദരർ കൈവിടും മാതാപിതാക്കളും മറന്നു പോകും മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം ഇരിയാതൻ കൂടവേ പാർത്തിടും താൻ മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോളം ഇരിയാതൻ കൂടവേ പാർത്തിടും താൻ നിത്യമാം സ്നേഹത്തിൻ ഹല്ലേലൂയ നീളവും വീതിയും ആരാഞ്ഞിടാം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം ഓ ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ നിത്യാവകാശമല്ലേ പിരിയാത്ത സ്നേഹിത തീരാത്ത പ്രേമമേ നീ എൻ്റെ നിത്യാവകാശമല്ലേ ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ ഈ ഭൂവിൽ മാത്രമോ നിത്യയുഗങ്ങളിലും എൻ പ്രേമകാന്തനായി നീ വന്നിടുമേ
നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ഉലകിലെന്നരികിലായി, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. യെസ്, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞുപോം ഇവയെല്ലാം മഞ്ഞുപോലെ. ശക്തിയോടെ നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഓ, ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി കർത്താവിനെ പാടി സ്തുതിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം, ഹല്ലേലൂയ, അതൊന്നും നമുക്ക് അളക്കുവാൻ കഴിയുന്നതല്ല. അത് അഗാധമാണ്, അത് അതുല്യമാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ നാം ജനിക്കുന്നതിന് മുന്നമേ, നാം ഉലകത്തിൽ ഉരുവാകുന്നതിന്, ഉലകം സ്ഥാപിക്കുന്നതിന് മുന്നമേ ദൈവം നിത്യമായ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. 99 വിട്ടിട്ട് കാണാതെ പോയ ഒന്നിനെ തേടിപ്പോകുന്ന ആ ദൈവസ്നേഹം, അതിൻ്റെ ആഴം, നീളം, വീതി നമുക്ക് അളക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ കണ്ട് അനുദിനം കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുവാനും നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഗ്ലിംസ് എങ്കിലും ഈ മൺകൂടാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ അത് ഓർത്തും കണ്ടും മഹത്വപ്പെടുത്തിയും അത് അറിഞ്ഞും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവം നമുക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. ഉലകിൽ എന്നരികിലായി പ്രിയമായ പലതുണ്ട്, എങ്കിലും അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിനായിട്ട് എങ്കിലും കാൽവറി സ്നേഹത്തിന് മുൻപിലായി അവയെല്ലാം അലിഞ്ഞു പോകും. ഹല്ലേലൂയ. ആ കാൽവറിയിൽ കൂടി നമ്മെ സ്നേഹിച്ച ദൈവസ്നേഹം ഒരു കണ്ണിനും ദയ തോന്നാതെ, ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലാതെ തള്ളപ്പെട്ട് കിടന്നിരുന്നതായ, മരിച്ചു പോയി കഴിഞ്ഞാൽ നാം നിത്യ നരകാഗ്നിയിലേക്ക്, നിത്യയാതനാ സ്ഥലത്തേക്ക്, അവിടെ നിന്ന് നിത്യ നരകത്തിലേക്ക് പോകാമായിരുന്നു നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവം ഒരുക്കിയിരുന്ന വലിയ രക്ഷാ പദ്ധതിക്ക് ഭാഗമായി തീരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. സ്നേഹത്തോടെ കർത്താവിൻ്റെ ആ നിത്യമായ സ്നേഹത്തെ ഈ മൺകൂടാരത്തിൽ നാം ആയിരിക്കുമ്പോൾ ഓർക്കുവാൻ, സ്തുതിക്കുവാൻ ദൈവം നമുക്കിടയാക്കുന്നല്ലോ. കർത്താവിനെ അങ്ങനെ പാടി മഹത്വപ്പെടുത്തി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പാട്ടുകൂടെ നമുക്ക് പാടാം, ആശ്രയം യേശുവിൽ എന്നതിനാൽ. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം കർത്താവിൽ വെച്ച്, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാം. മറ്റൊന്നിലുമല്ല ആശ്രയം, ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിക്കാം. ആ പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം
ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൻ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരിരും പാണിയിൻ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ,
സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ. ആശ്രയം ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പാട്ടുകാരൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കാൽവറി നാഥൻ എൻ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല. ഹല്ലേലൂയ. കാൽവറി നാഥൻ എൻ രക്ഷകൻ, കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയില്ല. മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ, വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. മൃത്യുവെ വെന്നവൻ, മൃത്യുവെ മരണത്തെ ജയിച്ചവൻ. ഹല്ലേലൂയ. അത്യുന്നതൻ, വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. ആ പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ആ വാക്കുകളൊക്കെ നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ സ്നേഹവും നമ്മുടെ ആ ദൈവത്തിലുള്ള ആഴമായ ആശ്രയം വർദ്ധിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. അനുദിനവും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി നിൽക്കുവാൻ, നമ്മെ കാണുന്നവർ നമ്മൾ കൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, നമ്മളോട് ഇടപെടുന്നവർ നമ്മൾ കൂടെ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ രക്ഷാ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പത്രങ്ങളായി തീരുവാൻ ഹല്ലേലൂയ, നമ്മെ കൂടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. തുടർമാനമായിട്ട് നാം ബൈബിൾ റീഡിങ്ങിനായിട്ട് കടക്കുവാനായിട്ട് പോവുകയാണ്. ബൈബിൾ കരങ്ങളിലുള്ളവരെല്ലാവരും ബൈബിൾ എടുത്താട്ട് നമുക്ക് ചേർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനായിട്ട് കേൾക്കുവാനായിട്ടുള്ള സമയമാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് ബേബിചായൻ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബേബിചായൻ മുന്നോട്ട് കടന്നു വരും. ബ്രദർ KJ തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറെ ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ അനുഗ്രഹീതമായ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വലിയ ആലോചനകൾക്കായിട്ട്, ആ വചനങ്ങളിൽ കൂടി, ആ വേദഭാഗങ്ങളിൽ കൂടെ നമ്മളോട് ഇടപെട്ട ആ ദൈവ വാക്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. ഈ ഒരാഴ്ച വട്ടം മുഴുവനും നമ്മൾ പല ആവർത്തി ധ്യാനിക്കുവാനും അതിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാനും ഇടയായിത്തീരും. നിങ്ങൾ ഈ വാക്യം തന്നെ പല ആവർത്തി ഈ ആഴ്ചയിൽ തന്നെ വായിച്ചാട്ട് അത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട്, ദൈവിക ആലോചനയുടെ മർമ്മങ്ങൾ അത് നിങ്ങൾ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും.
നമ്മളൊരു വചനത്തെ ഒരു പ്രാവശ്യം മാത്രം വായിച്ചു വിടുകയല്ല ചെയ്യേണ്ടുന്നത്, അതിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. അതിനെ പല ആവർത്തി വായിച്ച് ധ്യാനിക്കണം. ഓരോ വാക്കുകളും അതിൽ പല ആവർത്തി വായിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. ദൈവം അതിൽ കൂടെ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദവചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ രീതിയിൽ കർത്താവ് നമ്മളെ നയിക്കുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് നന്ദി പറയാം. തുടർമാനമായിട്ട് നാം ചില വിഷയങ്ങളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്തു വരികയാണ്. ഇൻ്റർസെസറി പ്രെയർ പല ആവശ്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നാം ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിലെല്ലാം ദൈവം നമുക്ക് വിടുതൽ തന്നുകൊണ്ടിരിക്കുന്നു. അതിശയകരമായ രീതിയിൽ ദൈവിക കരം അതിന്മേൽ കാണുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായിട്ട് നന്ദി പറയുന്നു. പ്രാരംഭമായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹാദൗത്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിലൂടെ നിവർത്തിച്ച ആ വലിയ രക്ഷാ പദ്ധതി, ആ ക്രൂസിൻ്റെ സുവിശേഷം അത് ലോകത്തെ അറിയിക്കുവാൻ നമ്മളാവോളം നാം അധ്വാനിക്കുന്നു. അതിനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് നമ്മളെ മുദ്രയിട്ട് കർത്താവ് സൂക്ഷിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ദൈവിക ശക്തിയാൽ നമ്മൾ നിറയുവാൻ, കർത്താവിന് വേണ്ടി ഉത്സാഹത്തോട് സേവ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഒരു മൂല്യം, ആ ഒരു വില എന്താണെന്ന് മനസ്സിലാക്കി ഹല്ലേലൂയ ദൈവസ്നേഹത്തോടെ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗേറ്റ് ചർച്ചിനായിട്ട് പ്രാർത്ഥിക്കാം. തുറന്നു ദിവസത്തിൻ്റെ പാഠശാല എന്ന ബൈബിൾ ക്ലാസ്സിനായിട്ട് പ്രാർത്ഥിക്കാം. അപ്രൂവ്ഡ് വർക്ക്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് പ്രാർത്ഥിക്കാം. ICPMനായിട്ട്, ഇന്നർ സർക്കിളിനായിട്ട് പ്രാർത്ഥിക്കാം. ഹിന്ദി മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. TGTVക്കായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലും നാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ, അനേകായിരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തീരുമാനമായി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ലോക്കൽ പ്രവർത്തനങ്ങൾക്കായിട്ട്, ചർച്ചുകൾക്കായിട്ട്, കൂടിവരവുകൾക്കായിട്ട്, കൂട്ടായ്മകൾക്കായിട്ട്, പ്രയർ സെല്ലുകൾക്കായിട്ട്, സ്റ്റഡി സെൻ്ററുകൾക്കായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കായിട്ട്, അവരുടെ കുടുംബങ്ങൾക്കായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ ആവശ്യങ്ങളുമായി നമ്മുടെ അടുക്കൽ അറിയിച്ചിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ, ഹല്ലേലൂയ മാറ്റപ്പെട്ട, ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നതായ അവസ്ഥ ഒക്കെ അനുഭവിക്കുന്ന പല കുടുംബങ്ങളുണ്ട്. അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും സൗഖ്യവും വിടുതലും കർത്താവ് പകരുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പല നന്മകൾ അനുഭവിച്ചവരുണ്ട്, നന്ദി അറിയിച്ചിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ വിശുദ്ധ സഭാഗത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഏകരായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചവരുണ്ട്. അവർ ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഒരു വിശാലത ആഗ്രഹിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഒരു വിശാലത, ഹല്ലേലൂയ അതിരുകൾ വിസ്തൃതമാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭവനത്തിൽ നിന്ന് അനേകർ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഭർത്താവ്, ഭാര്യ ഒക്കെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെയോടൊക്കെ കർത്താവ് ഹല്ലേലൂയ മനസ്സലിയേണ്ടതിനായിട്ട്, കരുണ കാണിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് അധികാരപ്പെടുത്തട്ടെ. എല്ലാത്തിനായിട്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് അനുഗ്രഹത്തിനായി തീരുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണാസമ്പൂർണനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രാർത്ഥിക്കുവാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന സമസ്ത വിഷയങ്ങളുടെ മേലും തൃക്കരം വെച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് അതിന്മേൽ ജയം അയക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. വിടുതലും സൗഖ്യവും സമാധാനവും ഒക്കെ കണ്ട് ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിക്കുന്നതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. അങ്ങയുടെ നാമം ഞങ്ങളുടെ മധ്യത്തിൽ ഉയരുവാൻ കർത്താവ് ഇടയാക്കും. ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ അധികാരപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയെയും അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് തരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാം തുടർമാനമായിട്ട് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ ഇന്നും ഞാൻ ശുശ്രൂഷിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ബേബി പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ചിൽ ബ്രദർ എൽദോ വർഗീസിനോടൊപ്പം ശുശ്രൂഷയിൽ സഹായിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് ബ്രദർ ബേബി പോൾ. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ ഏറെ നാൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ അധ്വാനിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരികയും കോട്ടയത്ത് ദ ഗേറ്റ് ചർച്ചിനോട് ചേർന്ന് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്യുന്നു. ദൈവം തന്നെ ധാരാളമായിട്ട് സഹായിക്കട്ടെ, തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അവരെല്ലാവരും ചേർന്ന് ദൈവസഭയിൽ വലിയ അനുഗ്രഹമായി തൻ്റെ ദാസൻ്റെ മകൾ അവരൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ദൈവസഭയ്ക്കായിരിക്കുന്നു. അവരുടെ എല്ലാ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ബ്രദർ ബേബി പോൾ മുന്നോട്ട് കടന്നു വരികയും തന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ആലോചന നമ്മളെ അറിയിക്കുകയും തന്നെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് പങ്കിടുകയും ചെയ്യും. അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. ബ്രദർ ബേബി പോൾ. ദൈവത്തിൻ്റെ പുനഃതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ പകലിൽ കർത്തൃപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനവുമായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായി പകൽ സമയം കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വന്നിരുന്ന അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവമേ, മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കണമേ. വചനത്തിൻ്റെ വാതിലുകളെ കർത്താവ് തുറക്കണമേ. വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവപരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വിലയേറിയ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ഭേദഭാഗങ്ങൾ ദൈവവചന ധ്യാനത്തിനായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനർ ആയിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന്മാർക്ക് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവരുടെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വായിക്കപ്പെട്ട തിരുവെഴുത്തുകളിലൂടെ ഒന്ന് രണ്ട് ചിന്തകൾ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം തന്നെ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉലകസ്ഥാപനത്തിന് മുമ്പേ നിർണയിക്കപ്പെട്ട ചില നിർണയങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിലൂടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ച ഈ വേദഭാഗത്തിൽ ചില ചിന്തകൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം, രണ്ടാമത് ദൈവീക പ്രവേശനത്തിനായിട്ടുള്ള വർണ്ണിപ്പാൻ കഴിയാത്ത ഒരാനുകൂല്യം നമുക്ക് ലഭിക്കുന്നു, മൂന്നാമതായിട്ട് ദൈവീക തേജസ്സിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുന്നു, നാലാമതായി കഷ്ടങ്ങളിൽ നമ്മൾ പ്രശംസിക്കുന്നവരാകുന്നു, അഞ്ചാമത്തെ കാര്യം നാം ക്രിസ്തുവിൽ നിത്യമായി ഭദ്രതയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ആ വിലയേറിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങളിൽ ചിന്തനീയമായിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമതായി നാം ഈ വേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താലുള്ള നീതീകരണം. സ്തോത്രം. വിശ്വാസത്താൽ നാം എല്ലാവരും നീതീകരിക്കപ്പെടുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് ഒരു നീതീകരണത്തിൻ്റെ ആവശ്യമുണ്ടായത്? ദൈവവചനം ഇങ്ങനെ പറയുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവനീതിക്ക് മുൻപാകെ അവൻ കുറ്റക്കാരനായി മാറുകയാണ്. ദൈവത്തിൻ്റെ നീതിയിൽ ഇങ്ങനെ പറയുന്നു: പാപം ചെയ്ത ദേഹി മരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യനീതിയാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ രക്തത്തിൽ പാപം കലർന്നപ്പോൾ, അഥവാ ആദാം പാപം ചെയ്തപ്പോൾ അവൻ്റെ രക്തത്തിൽ പാപം കടന്നു ചെന്നപ്പോൾ ആ മനുഷ്യൻ്റെ രക്തം ചീന്താതെ, അല്ലെങ്കിൽ രക്തം ഒഴിച്ചു കളയാതെ ആ മനുഷ്യനെ രക്ഷിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം രക്തം ചൊരിഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അപ്പോൾ പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നീതിക്ക് മുൻപിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാനത്തുള്ള രക്തം വരെയും മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി ഒഴുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവിക കോടതിയിൽ പാപിയായ മനുഷ്യൻ കുറ്റം ചെയ്തവനായി, കുറ്റക്കാരനായി നിലകൊള്ളുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി തൻ്റെ രക്തം മറുവിലയായി നൽകിയപ്പോൾ പാപിയായ മനുഷ്യന് വേണ്ടി ആ നീതി, ആ ദൈവത്തിൻ്റെ സന്നിധിയിലെ ആ നീതി, അഥവാ കർത്താവിൻ്റെ മരണമായിരിക്കുന്ന ആ നീതി നമുക്ക് ഓരോരുത്തർക്കും ദൈവം കണക്കിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ
രക്തത്താൽ നാം നീതീകരിക്കപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ നാം നീതിമാന്മാരാക്കി, നമ്മുടെ ആ നീതി നമുക്ക് ദൈവം നൽകിക്കൊണ്ട് നമ്മളെ നീതിമാന്മാരാക്കി ദൈവം എണ്ണുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഇവിടെ വായിച്ചത് വിശ്വാസത്താലുള്ള നീതീകരണം നിമിത്തമായിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. ഒരിക്കൽ മനുഷ്യാത്മാവും ദൈവവുമായിട്ടുള്ള ഒരസമാധാനത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് കാണുവാനിടയാകുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം മനുഷ്യൻ ആ സമാധാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരു സമാധാനത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഒരു യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുദ്ധം തീരുമ്പോൾ ഇരു രാജ്യങ്ങളും അവരൊരു സമാധാന ഉടമ്പടിയിലേക്ക് കടന്നു വരികയാണ്. അവരുടെ വിദ്വേഷങ്ങൾ ഒക്കെ മാറുകയാണ്. അവിടെ അവർ തമ്മിലുണ്ടായിരുന്ന വൈര്യങ്ങളെല്ലാം തീർന്നിട്ട് ഒരു സമാധാനം അവരിലേക്ക് കടന്നു വരുന്നത് പോലെ നമ്മളും ദൈവവുമായി, അല്ലെങ്കിൽ മനുഷ്യാത്മാവും ദൈവവുമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കർത്താവിന് മഹത്വം. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്നത്, അങ്ങനെ നീതീകരിക്കപ്പെട്ട മനുഷ്യന് ലഭിക്കുന്ന രണ്ടാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ദൈവസന്നിധിയിലേക്ക് വർണ്ണിപ്പാൻ കഴിയാത്ത ഒരാനുകൂല്യമാണ് അവന് ലഭിക്കുന്നത്. ദൈവസന്നിധിയിൽ അത് പ്രവേശിക്കുവാനുള്ള ഒരാനുകൂല്യം. ദൈവത്തിന് മഹത്വം. നാം ദൈവവചനം ചിന്തിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരിക്കൽ കടന്നു ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ നമുക്കിന്ന് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ കഴിയുന്നു. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കടങ്ങളെല്ലാം തീർത്തതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവിന് ലഭിച്ചതുപോലെ നാമും പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രിയരായി, സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് ഏറ്റവും പ്രിയരായ മക്കളാക്കി, നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ ആ പുത്രനായിരുന്നത് പോലെ നമ്മളെയും കർത്താവ് ആ അനുഗ്രഹത്തിലേക്ക്, ആ പുത്രത്വത്തിലേക്ക് നമ്മളെയും കർത്താവ് ദൈവം ഉൾക്കൊള്ളുകയാണ്. കാരണം നാം എല്ലാവരും ക്രിസ്തുവിലായിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സ്തോത്രം, അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. കർത്താവിന് മഹത്വം. ഇവിടെ മൂന്നാമതായി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ അനുഗ്രഹം പ്രാപിച്ചവർ, ദൈവസന്നിധിയിൽ പ്രവേശിച്ചവർ ദൈവിക തേജസ്സിൽ അവർ പ്രത്യാശിക്കുന്നവരാണ്. കർത്താവിന് മഹത്വം. അതിൻ്റെ മൂന്നാമത്തെ വേദഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. സ്തോത്രം. നമ്മൾ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവ തേജസ്സിൻ്റെ ആ പ്രത്യാശ പ്രാപിക്കും എന്നുള്ള ആ അനുഗ്രഹീതമായ വെളിപ്പാടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ
നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. കർത്താവിന് മഹത്വം. നമ്മൾ ആ പൂർണ്ണ പ്രത്യാശ പ്രാപിക്കുക, ആ ദൈവ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മഹത്വകരമായ അനുഭവം. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ തേജസ് പ്രാപിക്കുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞ ചില ഭാഗങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പിതാവേ, നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം കർത്താവിന് കൊടുത്ത മഹത്വം തൻ്റെ മക്കളായിരിക്കുന്ന ഓരോരുത്തരും പ്രാപിക്കണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ തിരുഹിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആ അനുഗ്രഹം നൽകുകയാണ്. കർത്താവിന് മഹത്വം. നമ്മൾ ഇന്ന് പകൽക്കാലം ഈ വായിച്ച റോമാലേഖനത്തിലെ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ 4-മതായി നാം കാണുന്ന നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായിത്തീരുന്നു എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കഷ്ടതയും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ആ കഷ്ടതയിൽ പ്രശംസിക്കുവാൻ കഴിയുന്ന ഒരനുഭവം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ്. ദൈവമക്കൾക്ക് നേരിടുന്ന കഷ്ടതയിൽ ദൈവത്തിന് ചില ലക്ഷ്യങ്ങൾ, ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പൗലോസ് പറയുന്ന കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവം രൂപപ്പെടുവാനിടയായിത്തീരുന്നത്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുത ഉളവാകുകയാണ്. സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് ഈ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. അപ്പോൾ കഷ്ടതയോടുകൂടെ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന ഒരനുഭവം നമ്മളിവിടെ കാണുന്നു. അതേ കർത്താവ് നമുക്ക് കഷ്ടത തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. കാരണം ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുന്ന, നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരനുഗ്രഹീതമായ ആ അനുഭവത്തിൽ നമ്മൾ ചെന്ന് എത്തുകയാണ്. കർത്താവിന് സ്തോത്രം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്നാണ്. അപ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നമ്മൾ പ്രത്യാശയുള്ളവരായി മാറുകയാണ്. കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സഹിഷ്ണുതയുണ്ടാകുന്നു,
സഹിഷ്ണുത സുസ്ഥതയെ വെളിപ്പെടുത്തുന്നു. സുസ്ഥത പ്രത്യാശയെ ഉളവാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ ഉളവാകുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമുള്ള, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മളെ ദൈവം വളർത്തിയെടുക്കുകയാണ്. അവർക്ക് നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവനൊക്കെയും അവന് നാളോളം അതിനെ തികയ്ക്കണമെന്ന് ദൈവവചനം വായിക്കുന്നത് പോലെ നമുക്കും ആ ഒരു പ്രത്യാശയുടെ അനുഭവം ദൈവം ഒരുക്കിയതോർത്ത് നമുക്ക് ദൈവത്തെ ഇന്ന് പകൽക്കാലം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അഞ്ചാമതായി ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നാം ക്രിസ്തുവിൽ നിത്യമായി ഭദ്രതയുള്ളവരായി തീർന്നിരിക്കുന്നു എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗങ്ങൾ ഓർപ്പിക്കുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സ്തോത്രം. ഇവിടെ നമ്മൾ അഭക്തരായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. ആ കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ നീതീകരിച്ചു. നമുക്ക് ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശനം നൽകി. നമുക്ക് ആ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തു. എന്നാൽ നാം നീതീകരിക്കപ്പെട്ട ശേഷം കർത്താവ് നമ്മളെ എത്രയധികമായി നമ്മളെ സൂക്ഷിക്കും, അല്ലെങ്കിൽ നാം ദൈവമക്കളായതിനു ശേഷം നമ്മളെ എത്രത്തോളം ദൈവം പരിപാലിക്കുമെന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ഓരോരുത്തരും പാപികളായിരുന്നപ്പോൾ, നമ്മൾ കർത്താവ് മരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്തായിരുന്നു എന്നാണ് അവിടെ ഓർപ്പിക്കുന്നത്. കർത്താവ് മരിക്കുമ്പോൾ നാം എല്ലാവരും പാപികളായിരുന്നു. നമുക്കറിയാം, ഓരോ മനുഷ്യൻ്റെയും ജീവൻ വിലപ്പെട്ടതാണ്. എന്നാൽ ആ ജീവൻ അതേ മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചു കൊടുക്കുവാൻ ആരും തയ്യാറാകത്തില്ല. പ്രത്യേകിച്ച് ഒരു പാപിക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിണിക്ക് വേണ്ടിയോ, ഒരു കൊള്ളക്കാരന് വേണ്ടിയോ ഒന്നും ആ വിലപ്പെട്ട ജീവനെ വലിച്ചെറിയുവാൻ ആരും തുനിയത്തില്ല. എന്നാൽ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയായിരുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് ജീവൻ നൽകി. എന്നാൽ നാം വീണ്ടെടുപ്പ് പ്രാപിച്ചതിന് ശേഷം നമ്മളെ എത്രയധികമായി ദൈവം പരിപാലിക്കും, എത്രത്തോളം നമ്മളെ സൂക്ഷിക്കുന്നു എന്നാണ് പൗലോസ് ഓർപ്പിക്കുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് പകലിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആയിരിക്കുന്ന നാം ഓരോരുത്തരും ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, നാം കർത്താവിലായാൽ, കർത്താവ് നമ്മളെ മുദ്രയിട്ടാൽ, കർത്താവിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചാൽ അന്ത്യത്തോളം കർത്താവ് നമ്മളെ സൂക്ഷിപ്പാനായിട്ടിടയായിത്തീരും. നമുക്കറിയാം, ഒരു വസ്തു അത് മുദ്രയിട്ട് വേർതിരിക്കുമ്പോൾ അത് മറ്റൊരുവൻ്റെ അവകാശത്തിലുള്ളതായി മാറുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ റോഡ് സൈഡുകളിലൊക്കെ ഈ വലിയ തേക്കും തടി അതുപോലെയൊക്കെയുള്ള വൃക്ഷങ്ങളെയൊക്കെ
സർക്കാർ ഇങ്ങനെ മുദ്രയിട്ട് നിർത്തും. അത് ഒരു വേർതിരിവിൻ്റെ അല്ലെങ്കിൽ ഒരു വേർതിരിക്കുന്നതിനെ കാണിക്കുന്നതാണ്. അതൊരു മറ്റൊരുവൻ്റെ വകയാണെന്നുള്ളത് കാണിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരും മുദ്രയിട്ട് അത് മാറ്റിയിരിക്കുകയാണ്. നമ്മളിനിയും കർത്താവിൻ്റെ വകയാണ്. നമ്മൾ കർത്താവിനുള്ളവരാണ്. പലരും വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷമൊക്കെ വളരെ ഭയപ്പെടുകയാണ്. നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ, നമ്മൾ തകർന്നു പോകുമോ, നമ്മളെ പിശാച് തകർത്ത് കളയുമോ എന്നൊക്കെ ഭയപ്പെടുന്നവരാണ് ലോകത്തിൽ അനേകർ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്, നമ്മളെ കർത്താവ് വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നുവെന്നാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മളെ വീണ്ടെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്ന, ആത്മാവിനെ ശരീരത്തെയൊക്കെ വീണ്ടെടുക്കുന്ന പൂർണ്ണത വരെയും നമ്മളെ മുദ്രയിട്ട് കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സൂക്ഷിപ്പ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കരുതൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കെത്ര ധൈര്യത്തോടെ ജീവിക്കുവാനായിട്ട് കഴിയും. കാരണം നമ്മൾ കർത്താവിൻ്റെ വകയാണ്. ഒരിക്കൽ നമ്മൾ പാപസംബന്ധമായി മരിച്ചവരായിരുന്നു. ഒരിക്കൽ പാപസംബന്ധമായി ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തവരായിരുന്നു. സ്വർഗീയ ദാനങ്ങളൊന്നും അനുഭവിപ്പാൻ അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ ക്രൂശിലൂടെ ഒഴുക്കപ്പെട്ട രക്തം കൊണ്ട് നമുക്ക് ആ അവകാശങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കി തീർത്തു. ആ ഒരു അനുഗ്രഹത്തിലാണ്, ആ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലാണ് നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. യോജനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നുവെന്നാണ്. നാം ചിന്തിക്കുക, നമുക്ക് ഈ നീതീകരണം ലഭിച്ചില്ലായിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ആ നീതീകരണം നമുക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ പാപികളായി തീരുമായിരുന്നു. നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിക്കുകയില്ലായിരുന്നു. എന്നാൽ നമ്മെ നീതീകരിക്കുവാൻ കാൽവറിയിൽ അവൻ്റെ അവസാനത്തുള്ളി, കർത്താവിൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും മനുഷ്യൻ്റെ നീതീകരണത്തിന് വേണ്ടി കർത്താവ് ഒഴുക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ രക്തം ചിന്തേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി സ്വർഗീയ കോടതിയിൽ ഒരു പകരക്കാരനായി ആ പരമയാഗമായി തീർന്ന കർത്താവിൻ്റെ നീതി ദൈവസന്നിധിയിൽ വെളിപ്പെടുവാൻ ഇടയായി. നമ്മെ ഓരോരുത്തരെയും കർത്താവ് നീതീകരിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന, വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒരിക്കൽ സമാധാനമില്ലായിരുന്നു. കാരണം ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം നഷ്ടപ്പെട്ടവരായി ഈ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നമ്മൾ സഞ്ചരിച്ചവരാണ്. ആ കാലഘട്ടങ്ങളിൽ ദൈവ സാന്നിധ്യമില്ലാതെ നമ്മുടെ അകത്തെ മനുഷ്യനായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും ശാന്തിയില്ലാതെ നമ്മൾ പലപ്പോഴും ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തെ പ്രാപിക്കുവാൻ കഴിയാതെ നമ്മൾ അലയുന്നവരായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ, ആ ഒഴുക്കപ്പെട്ട രക്തത്തിലൂടെ നമുക്ക് ദൈവത്തോടൊരു വലിയ സമാധാനമുണ്ട്. ഇന്ന് നമ്മുടെ ആത്മാവിൽ വലിയൊരു സമാധാനം നാം അനുഭവിക്കുകയാണ്. കാരണം ഇന്ന് ദൈവവുമായിട്ട് നമുക്കൊരു അകൽച്ചയില്ല, ഒരു വൈരുദ്ധ്യമില്ല. നാം ദൈവമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷമാകയാൽ ആ ദൈവത്തിലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും അവകാശികളാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. ആ വലിയ സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. ഞാനിവിടെ 5 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായി. രണ്ടാമതായി, ഈ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കുവാൻ ഇടയായി. അത് നമുക്ക് വർണ്ണിപ്പാൻ കഴിയുന്നതിൽ അധികമാണ്. എന്ന് പറഞ്ഞാൽ, നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്തതുപോലെ ആ ദൈവത്തിൻ്റെ ആ അനുഗ്രഹീതമായ ആ വിളി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠമായ വിളി, ദൈവകൃപ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അർഹിക്കാത്ത നിലകളിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ആ ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ നമ്മളെ ദൈവം പ്രാപ്തരാക്കി തീർക്കുവാൻ ഇടയായി. നമ്മുടെ കർത്താവിൻ്റെ
ആ മരണത്തിലൂടെ നമുക്കും വലിയൊരു അംഗീകാരം ദൈവം നൽകുക. നമ്മളെ മക്കളാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. മക്കളെങ്കിൽ അവകാശികളാകുന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു. അപ്രകാരം ഒരു അവകാശത്തിലേക്ക് നമ്മളെ കർത്താവ് ചേർത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാത്രമല്ല, ദൈവ തേജസ്സിൽ പ്രാപിക്കുമെന്നുള്ള ഏറിയ പ്രത്യാശയോടെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുകയാണ്. അതൊരു പ്രതീക്ഷയല്ല, അതൊരു ഉറപ്പാണ്. നമ്മൾ ആ തേജസ് പ്രാപിക്കുന്ന, ആ ദൈവിക മഹത്വം പ്രാപിക്കുന്ന ഒരു സുദിനം നമുക്ക് മുൻപിലുണ്ട്. അതിവിദൂരമല്ലാത്ത ആ ഭാവിയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മളും ആയിരിക്കുന്ന ആ അനുഭവം ദൈവം നമുക്ക് ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളിലും നമുക്ക് പ്രശംസിക്കുവാൻ കഴിയുന്നു. കാരണം കഷ്ടത നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. കഷ്ടത നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്നതാണ്. കഷ്ടത നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അങ്ങനെ ദൈവിക സ്വഭാവങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കുവാൻ പരിശോധനകളും കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കി തീർക്കും. ഈ പകൽ ഞാൻ ഓർപ്പിപ്പിക്കട്ടെ, നാം ക്രിസ്തുവിൽ നിത്യമായി ഭദ്രതയുള്ളവരായിരിക്കും. കാരണം ഭദ്രമായി ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു, ഒരു ദോഷവും തട്ടാതെ വണ്ണം. ദൈവം നമ്മളെ അന്ത്യത്തോളം പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കൃപയോർക്കുമ്പോൾ നമുക്കൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞതുപോലെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് വേണ്ടി ജയം പ്രാപിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. അവൻ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അവസ്ഥയിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു നല്ല സുദിനം നമുക്ക് മുൻപിൽ ദൈവം ഒരുക്കുകയാണ്. ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഓരോ നിമിഷവും ഈ കർത്താവിൻ്റെ ആ പാദത്തിൽ നമ്മൾ ആരാധിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം, അതേ സ്തോത്രം, കർത്താവിൻ്റെ രക്തത്തിൻ്റെ ആ വിലയാണ് നാം ഓരോരുത്തരും. ആ കർത്താവിൻ്റെ രക്തത്തിൻ്റെ ആ വിലയാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയൊക്കെ ഓർത്ത് ദൈവത്തെ മരുഭൂമിയിൽ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓടുന്ന് ശക്തീകരിക്കട്ടെ. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൽ നകന്നവരല്ല, ദൈവസന്നിധിയിൽ അടുത്ത് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളാക്കി ദൈവം നമ്മളെ തീർത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ വിധേയപ്പെടുത്താം. കേൾപ്പിക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പ്രത്യാശയായി തീരട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. നമുക്ക് ആ പ്രത്യാശയെ നോക്കി ഈ മരുഭൂപ്രയാണം തുടരാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും
ദീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും, ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയൊന്നെന്നാശ്രയമാ. കൃപയൊന്നെന്നാശ്രയമാ, കൃപയൊന്നെന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലം അവൻ തകർത്തല്ലോ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. എന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാടും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നേ. കൃപയൊന്നെന്നാശ്രയമാ, കൃപയൊന്നെന്നാനന്ദമാ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി. കൃപയേറും കർത്താവ്, കൃപയേറും കർത്താവിലെൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ കൃപ കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. ചേർത്ത് പാടിയാട്ടെ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. കൃപയൊന്നെന്നാശ്രയമായി, കൃപയൊന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതി എന്നാളും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, നല്ലതും വിലയേറിയതുമായ കർത്താവെ, നല്ല സമയത്തിനായ കർത്താവെ, ഞങ്ങൾ വീണ്ടും നന്ദിയോടങ്ങി ആസ്വദിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ,
ഒരു ദിനം കൂടെ കർത്താവെ സഭായോഗമായി കർത്താവെ തിരുമുമ്പാകെ കൂടി വരുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി തന്ന വലിയൊരു സന്ദർഭത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ, ആത്മാവിൻ്റെ സാന്നിധ്യം കർത്താവെ അടിയങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വചനം കർത്താവെ ഹാലിലെ വായിപ്പാനും കർത്താവ് വചനം സംസാരിപ്പാനും ദൈവദാസന്മാരെ അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദി പറയുന്ന കർത്താവ്. വചനം കേട്ടവരുടെ മേൽ കർത്താവെ ആത്മാവ് എന്ന് വചനം പറയുന്നത് പോലെ കർത്താവെ വചനം കേട്ട എല്ലാവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അത് കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. പാപത്തെയും നീതിയെക്കുറിച്ച് കർത്താവ് ബോധമുള്ളവരായി തീരുവാൻ കർത്താവെ അവർ മരണശേഷം കർത്താവെ ഞങ്ങളുടെ നിത്യത എവിടെ നിന്ന് ചിന്തിപ്പാൻ തക്കണം കർത്താവ് അത് ഇടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവവചനം കർത്താവെ ഹല്ലേലൂയ അത് നശിച്ചു പോകുന്നവർക്ക് പോഷകമാകുമ്പോൾ കർത്താവ് രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കോ അത് ദൈവശക്തിയാകിയ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആരും കർത്താവ് നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല കർത്താവെ. ദൈവജനം കർത്താവ് ഈ നാളിൽ കർത്താവെ അതിൻ്റെ യഥാർത്ഥ കർത്താവെ ഹല്ലേലൂയ രീതിയിൽ കർത്താവെ ഞങ്ങൾ ലോകത്തോട് പറയുമ്പോൾ കർത്താവെ അത് ഗ്രഹിപ്പാൻ തക്കണം കർത്താവെ. ഹൃദയനിലങ്ങളെ കർത്താവെ അനേക ഹൃദയനിലങ്ങളെ അവിടുന്ന് ഒരുക്കുവാൻ തക്കണം കർത്താവിൻ്റെ കൃപ ചുരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിനായി കർത്താവ് ഇടങ്ങളെല്ലാം അവിടങ്ങളായി ഒരുക്കുന്ന ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പിന്നെയും ദൈവവചനം അവിടുന്ന് ശക്തിയോടെ ഹല്ലേലൂയ പറയുവാൻ കർത്താവ് ലോകത്തെ അറിയിപ്പാൻ കർത്താവ് ഇടങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വചനം കേട്ടവർ പിന്നെയും ഹല്ലേലൂയ രൂപാന്തരപ്പെടുവാൻ കർത്താവെ അവരുടെ മനസ്സ് കർത്താവ് ഒരുക്കമുള്ളതായി തീരുവാൻ കർത്താവചനമാർ അവർ ഏറ്റെടുക്കുവാൻ തക്കണം കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും സന്തോഷത്തിനും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് വെറുതാവായി പോകാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന അതാ അടിയുടെ പ്രാർത്ഥന യാചന കേട്ടനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ. വന്ദനം നിനക്കാമേൻ. വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. അടുത്തൊരാഴ്ചവട്ടം മുഴുവനും ദൈവിക സാന്നിധ്യത്തിൽ കർത്താവ് നമ്മളെല്ലാവരെയും മറയ്ക്കട്ടെ. കൂടി കാണുന്നവരെയും അവിടുത്തെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു. സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിനാഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ, ഓ കർത്താധി കർത്താവായി രാജാധി രാജാവായി ഇഹലോക രാജ്യങ്ങൾ നേടിടാതെ. കാൽവരി
യാഗമായി തീർന്നിതോ രക്തവും ചിന്തിയെ കാൽവരി മേടതിൽ പാപിയെ നേടുവാൻ യാഗമായി തീർന്നിതോ നിത്യമാം സ്നേഹം നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. നിത്യമാം സ്നേഹത്തിൻ ആഴമുയരവും നീളവും വീതിയും ആരാഞ്ഞിടാം. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഇഷ്ടരിൽ നിന്നെല്ലാം തിരഞ്ഞെടുത്തോ എന്നെ ശുദ്ധരോടൊത്തു വസിപ്പതിനായി. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലെൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ. ആമേൻ. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോമിവയെല്ലാം മഞ്ഞു പോലെ. നിത്യമാം സ്നേഹത്തിൽ